നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. PV അൻവർ ഔട്ട്. P ശശി തന്നെയാണ് പിണറായി വിജയന് വിശ്വസ്തൻ. തൻ്റെ വിശ്വസ്തനായ P ശശിയെ വിട്ട് കളിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അടിവരയിട്ടാണ്. ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ആർക്കെങ്കിലുമെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന് ആരും കരുതേണ്ടതില്ല. വിശ്വസ്തരെ സംരക്ഷിക്കുന്ന തൻ്റെ പതിവ് രീതിക്ക് മാറ്റമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല, വന്നത് കോൺഗ്രസിൻ്റെ വഴിയിൽ. അതുകൊണ്ട് ഈ പാർട്ടിയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നും പരിഹാസത്തോടെ മുഖ്യമന്ത്രി പറയുന്നു. ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്ന രീതി മര്യാദയല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചിത്രം വ്യക്തമാണ്. അൻവറിൻ്റെ പരാതിക്ക് മുഖ്യമന്ത്രി കാര്യമായ വില നൽകുന്നില്ല. വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്തുവരുന്ന ഒരു സാധാരണ പരാതിയുടെ വിലയെ അതിനുള്ളൂ. ശശിയുടെ പ്രവർത്തനം മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന സന്ദേശം എന്താണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ശശിയാണോ മാതൃക? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം PV അൻവർ മാധ്യമങ്ങളെ കണ്ടു. താൻ പുറകോട്ടില്ല, പോരാട്ടം തുടരും എന്ന് തന്നെയാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു അതിഥികൾ. VK സനോജ് CPM നേതാവ്, N ശ്രീകുമാർ കോൺഗ്രസ് നിരീക്ഷകൻ, TP സിന്ധുമോൾ BJP നേതാവ്, ഒപ്പം മാധ്യമപ്രവർത്തകനായ ആനന്ദ് കൊച്ചുകുടിയെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ VK സനോജിലേക്ക്. VK സനോജ്, മുഖ്യമന്ത്രിക്ക് ശേഷം അൻവറും വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. അൻവർ പറയുന്നത് ഇങ്ങനെയാണ്: സഖാക്കളും പാവപ്പെട്ടവരും അധികാരത്തിലേറ്റിയ ഒരു സർക്കാർ ആണ് ഇത് എന്ന് അൻവർ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി തൻ്റെ അഭിപ്രായം പുനഃപരിശോധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ല എന്ന് തറപ്പിച്ച് പറയുന്നു ഭരണകക്ഷിയിലെ ഈ MLA. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഇങ്ങനെ പറയാൻ അൻവറിന് പിൻബലം പാർട്ടിയിൽ നിന്ന് തന്നെയാണോ? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൻവർ ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് വളരെ സമയമെടുത്തുകൊണ്ട് തന്നെ ഇന്ന് വിശദീകരിച്ചിരുന്നു. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ സംബന്ധിച്ച് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് എടുക്കുകയും മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അന്വേഷണം ആ വഴിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നാലാണ് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണം ശരിയാണോ, അത് കെട്ടിച്ചമച്ചതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിനിടയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം നടത്തി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. ആ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഗവൺമെന്റിന് ഈ കാര്യത്തിൽ മറച്ചു വെക്കാനൊന്നുമില്ല. ഗവൺമെന്റിന് മുന്നിൽ ആര് തന്നെ പരാതി കൊടുത്താലും, അതിപ്പോ MLA തന്നെ കൊടുക്കുന്ന പരാതി മാത്രമല്ല, ഏതൊരു പൗരനും ഏത് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും കൊടുക്കുന്ന പരാതി കേൾക്കാമോ? കേൾക്കാം. അപ്പൊ ആ നിലയിൽ തന്നെ ഈ പരാതി പരിഗണിച്ചിട്ടുണ്ട്. ആ പരാതി പരിഗണിക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തിനാണ് എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഗവൺമെന്റിന് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും മറച്ചു വെക്കാറൊന്നുമില്ല. ഗവൺമെന്റ് ശരിയായ നിലയിൽ തന്നെ അല്ല, അത് ADGPയെ കുറിച്ച് മാത്രമേ ആ ഒരു അന്വേഷണമുള്ളൂ. പക്ഷെ മറിച്ച് അൻവർ ഇന്ന് വ്യക്തമായി പറയുന്നത് എന്താണ്? P ശശി യുടെ പ്രവർത്തനം ഒട്ടും മാതൃകാപരമല്ല. ഈ കള്ളക്കടത്തിന്റെ പങ്ക് അദ്ദേഹം പറ്റുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അൻവർ. ഈ P ശശി ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ
പി ശശിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ടതേ ഇല്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ട് അറ്റങ്ങളിലാണ് ഇവർ തമ്മിൽ. മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു 5 മിനിറ്റ് സംസാരിച്ചു മുഖ്യമന്ത്രി അൻവറിനോട്. എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തെ ഒരു MLA ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഈ പാർട്ടിക്കോ കഴിയാതെ പോകുന്നത്? ഗവൺമെന്റ് സംബന്ധിക്കുന്ന കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അല്ല, പക്ഷെ ഒരു പാർട്ടിക്ക് ഇത് പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താമല്ലോ. അദ്ദേഹം സഖാവാണ് എന്ന് പറയുകയും പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് പാർട്ടിക്ക് ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലേ അൻവറിനെ? ഇത് പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അവിടെ ഇരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അത് പാർട്ടി നിയമിച്ച ആളാണ്. അങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അയാൾ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലേ പി വി അൻവറെ? അല്ല, ഈ വിഷയം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അൻവറുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നല്ലോ. അൻവർ നേരത്തെ ഇവരെല്ലാം കാണാൻ പോവുകയും അൻവർ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുക ചെയ്ത പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കത്തുകളും പരാതികളും അൻവർ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതെല്ലാം ആ നിലയിൽ തന്നെ അന്വേഷിക്കും എന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അല്ല, പക്ഷെ ഇത് ഇന്ന് കൊടുത്ത പരാതിയല്ല, പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട്. കാലങ്ങളായി പരാതി കൊടുത്ത് മറ്റൊരു മാർഗവും ഇല്ലാതെയാണ് താനിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് എന്നാണ് അൻവർ പറയുന്നത്. അതെ, അൻവർ പറയുന്ന കഴിയുന്ന കാര്യമല്ലോ. അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അൻവറിന് മാത്രമേ പറയാൻ കഴിയൂ. അൻവർ എന്ത് കണ്ടിട്ടാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി പത്രസമ്മേളനം നടത്തുന്നത്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കാതെ ഒരു MLA ഇങ്ങനെ പെരുമാറുന്നതെല്ലാം സംബന്ധിച്ച് അൻവർ തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് സാധാരണ നിലയിൽ നമ്മൾ കണ്ടുവരാത്ത പുതിയ കാര്യമാണ് ഈ നിലയിൽ കാണുന്നത്. അതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന്റെ MLA ആയി നിൽക്കുന്ന ഒരാൾ പാർട്ടിക്കകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുക, ഗവൺമെന്റിനോടാണ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക. അപ്പൊ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അത് പരസ്യമായ പത്രസമ്മേളനം വിളിച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്. അത് സംബന്ധിച്ച് നമുക്കറിയാലോ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. എൻ ശ്രീകുമാർ, അത്ര നിഷ്കളങ്കമായി കണ്ടാൽ മതിയോ അത്? പാർട്ടി കീഴ്വഴക്കങ്ങൾ അറിയാത്ത അൻവർ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നു, അതൊന്നും ഒരു ശരിയായ രീതിയല്ല. അത്രമാത്രം അത് കണ്ടാൽ മതിയോ? അതിൽ അന്വേഷണം നടന്നു, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ നടപടികളൊക്കെ കൃത്യമായി എടുക്കും എന്ന് പറയുന്നു. അങ്ങനെ നിഷ്കളങ്കമായി കാണാൻ എൻ ശ്രീകുമാറിന് കഴിയുന്നുണ്ടോ ഈ വിഷയത്തെ? നോക്കൂ മനു, അതായത് ഇപ്പൊ നമ്മുടെ സനോജ് പറഞ്ഞ എന്താണ്, അൻവറിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ എന്താണ്, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് വരെ ഇവൻ ഇങ്ങനല്ലല്ലോ പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദനും അതുപോലെ LDF-ന്റെ പുതിയ കൺവീനറായ TP രാമകൃഷ്ണനും ഒക്കെ പറഞ്ഞ എന്താണ്, അൻവർ പറഞ്ഞതിൽ ഗൗരവമുണ്ടെന്നാ പറഞ്ഞത്. പത്രസമ്മേളനത്തിലാണല്ലോ അൻവർ പറഞ്ഞത്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമുണ്ട് എന്ന് LDF കൺവീനറും CPI സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ഗൗരവമുള്ള വിഷയം ഇന്ന് എന്തായാലും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം രോഷത്തോടെയാണ് പ്രതികരിച്ചത്. എന്താണ് രോഷത്തോടെ പ്രതികരിച്ചത്? വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്ത് വരുന്ന ചില പരാതിയാണെന്ന് അല്ലേ? അത് മാത്രമല്ല, അൻവർ കൊണ്ടുവരുന്ന പരാതി കേട്ട് തീരുമാനമെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നതെന്ന്. ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന്. ഞാൻ മുഖ്യമന്ത്രിയെ കുറ്റം പറയില്ല, കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയാൻ കഴിയുള്ളൂ, പറയാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അൻവർ പിന്നീട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞപ്പോ അതിനുശേഷം അൻവർ ഇങ്ങനെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നാൽ ഞാനും ഇടയ്ക്കിടെ പത്രസമ്മേളനം നടത്തേണ്ടി വരും. അങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? അതിന്റെ അർത്ഥം എന്താണ്? അൻവർ പറയും എന്ന് ഞാൻ കരുതുന്നു. അൻവറിന് മറുപടി കൊടുക്കലാണോ മുഖ്യമന്ത്രിയുടെ പരിപാടി? അൻവർ ആരാണ് മനു? അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ MLA ആണെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇടതുപക്ഷത്തിന് ചേർന്ന വഴിയല്ല അൻവറിന്റേതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അൻവർ വന്നത് കോൺഗ്രസിന്റെ വഴിയാണ്. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയട്ടെ, അൻവർ ഇടതുപക്ഷമല്ല. അൻവർ മറുപടി പറഞ്ഞു കേട്ടോ, EMS കോൺഗ്രസിലൂടെ വന്നതാണ്, ഞാനും കോൺഗ്രസിലൂടെ വന്നതാണെന്ന്. അല്ല, അതാ പറഞ്ഞ. അപ്പൊ അന്നറിന്റെ വരാം. അപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന മുഖ്യമന്ത്രി അത്രയും പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല തോന്നുന്നു. പക്ഷേ വാവിട്ട് പോയി, വാക്കുകൾ കൈവിട്ടുപോയി മുഖ്യമന്ത്രിക്ക്. കാരണം അൻവർ വന്ന വഴി ശരിയല്ല, അത് കോൺഗ്രസിന്റെ വഴിയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് അൻവറിനെ ഇവർ MLA ആക്കി? പിന്നെ എന്തുകൊണ്ട് അൻവറിനെ ഇവരെ രണ്ടാമതും മത്സരിപ്പിച്ചു? പിന്നെ എന്തുകൊണ്ട് അൻവറിനെ ഇവരെ ഇടതുപക്ഷ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമാക്കി? കോൺഗ്രസിൽ നിന്ന് വന്ന വഴിയാണെങ്കിൽ ഇപ്പോഴല്ലോ വന്നത്.
8-9 വർഷം മുമ്പല്ലേ വന്നത്. അതെന്താ മനസ്സിലാക്കാതിരുന്നത്? അതൊക്കെ പോട്ടെ. അതിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു ഇനി മിണ്ടിപ്പോകരുത് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തില്. അത് താക്കീതായിട്ട് തോന്നിയില്ല നമുക്ക്, പക്ഷെ അതിന് മുന്നറിയിപ്പാണ്. പക്ഷെ അപ്പൊ തന്നെ അൻവർ മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു ഞാനിന്ന് പോയിട്ട് 5 മണിക്ക് പത്രസമ്മേളനം നടത്തുമെന്ന്. 5 മണിക്ക് അദ്ദേഹം പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി തിരുത്തുമെന്നാണ് പറഞ്ഞത്. തിരുത്തുമെന്ന് വെച്ചാൽ ആ തെറ്റിദ്ധാരണ മാറ്റിയ അർത്ഥം തിരുത്തുമെന്നല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ CPM-ന്റെ സമന്വയ നേതാവായ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറയുകയാണ്. ആര്? ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനായ MLA-യും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ പശ്ചാത്തലമല്ല അൻവർ എന്ന് പറഞ്ഞ ആള്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സനോജ്, അൻവറിനെതിരെ നടപടി എടുത്ത് മാറ്റി നിർത്തിക്കൂടെ? എന്താണ് നിങ്ങൾ അൻവറെ ഇപ്പൊ ഈ പാർട്ടിയിൽ മനു ഒരു അൻവർ ഘടകം ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ CPM-ൽ ഒരു അൻവർ ഘടകം ഉണ്ടായിരിക്കുകയാണ്. കാരണം അൻവർ ഘടകം എന്ന് പറഞ്ഞാൽ ആ ഘടകം ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തില്. ഒരു സ്വതന്ത്ര MLA ഇത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ കേരളത്തില്? ഇതിനു മുമ്പ് എത്രയോ സ്വതന്ത്ര MLA-മാരുണ്ടായിരുന്നു. കാരാട്ട് റസാഖ് ഉണ്ടായിരുന്നു, PT റഹീം ഉണ്ടായിരുന്നു, ലോനപ്പൻ നമ്പാടൻ ഉണ്ടായിരുന്നു, എത്രയോ പേരുണ്ടായിരുന്നു. ലോനപ്പൻ നമ്പാടന്റെ പാർട്ടി പിന്നെ അംഗീകരിച്ച് 10 മെമ്പർഷിപ്പ് കൊടുത്തു ഇല്ലേ? അതുപോലെ എത്രയോ പേരുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അൻവറിന് മുമ്പിൽ മാത്രം പാർട്ടി ഇങ്ങനെ ഒരു വിധേയത്വം കാണിച്ച് നിൽക്കുന്നത്? ഗൗരവമുള്ള കാര്യം എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, ഗൗരവമുള്ള കാര്യം ഉണ്ടെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കളല്ല, ഗൗരവമുണ്ടെന്ന് പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി ഇപ്പൊ സ്ഥലത്തിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ പരിപാടിക്ക് പോയിരിക്കുന്നു. ശരി, അങ്ങനെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പാർട്ടി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഞാൻ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി അല്ലാതെയും പറയാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇടതുപക്ഷത്തിന്റെ പശ്ചാത്തലമല്ല അവരുടെ ഇടതുപക്ഷ MLA-ക്ക് ഉള്ളതെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഇരുത്തുന്നത്? അതെങ്കിലും അവർക്ക് മാറ്റി നിർത്തിക്കൂടെ? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. TP സിന്ധുമോൾ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീമതി TP സിന്ധുമോൾ, ഇതിൽ നിങ്ങളും ഒരു വശത്ത് ആരോപണത്തിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം തൃശ്ശൂർ പൂരം കലക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് അൻവറിൻ്റെ ആക്ഷേപം. ആ വിഷയമാണ് ADGP അട്ടിമറിച്ചു കൊടുത്തത്. 2024 ഏപ്രിൽ 21 ഒരാഴ്ച കൊണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ് ഈ 5 മാസമായിട്ട് അന്വേഷിക്കാത്തത്. അതിനുശേഷം ADGP RSS നേതാക്കളെ പോയി കാണുന്നു. കണ്ടതിൽ തെറ്റുണ്ട് എന്ന് തറപ്പിച്ച് പറയാൻ പോലും മുഖ്യമന്ത്രിക്കാകുന്നില്ല. CPI-യും മറ്റ് ഘടകകക്ഷികളുമൊക്കെ ഇതിൽ അതൃപ്തി RJD ഒക്കെ രേഖപ്പെടുത്തുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി അത് അങ്ങനെ കേൾക്കുന്നില്ല. എന്ത് മനസ്സിലാക്കണം ഈ നാട്ടിലെ സാധാരണക്കാർ? മനു, ഇവിടെ ഇന്ന് PV അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം അത് ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. അടുത്ത തലമുറയ്ക്ക് സമാധാനമായി കിടന്നുറങ്ങണം, അതിനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നത്. ഇന്ന് അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, എടുത്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ. അപ്പോ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചില പ്രശ്നങ്ങളുടെ പുറത്ത് വന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ മനു പറഞ്ഞ പോലെ ഇവിടുത്തെ സാധാരണക്കാര് അത്തരത്തിൽ വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ അൻവർ ഗോൾ അടിക്കുമ്പം ഒരു ഗോൾ പോസ്റ്റിലേക്ക് നോക്കി ഗോൾ അടിക്കുമ്പോൾ ഇപ്പുറത്തേക്ക് മറന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഗോൾ അടിക്കാൻ ശ്രമിച്ചു. RSS-നും BJP-ക്കും നേരെ. അത്രയേ ഉള്ളൂ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, തൃശ്ശൂർ പൂരം കലങ്ങിയതാണോ എന്നൊക്കെ അന്വേഷിക്കട്ടെ, ഞങ്ങൾക്കൊരു തർക്കവുമില്ല അതിൽ. കാരണം അവിടെ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, ഞങ്ങൾക്ക് അവിടുന്ന് ഒരു MBA കിട്ടി. അവിടെ ഞങ്ങളുടെ പ്രവർത്തകർ നിരന്തരം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു പ്രസക്തി അത് ഞങ്ങൾക്ക് ഈ കേരളം മുഴുവൻ ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അൻവർ ആ പറയുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അൻവർ പറയുന്ന മറ്റു ചില കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാലയും പോലെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു, അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അഡ്മിറ്റ് ചെയ്യുകയല്ലേ ഇവിടെ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, ഹവാല പോലെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇനി അൻവറാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് വക്കാലത്തെടുത്തതെങ്കിൽ എന്തുകൊണ്ടാണ് അൻവറെ പുറത്താക്കാത്തത്? അല്ല, അങ്ങനെയല്ലല്ലോ. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് പിടിക്കുന്നതല്ലേ, പിടിക്കുമ്പോഴാണല്ലോ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്, പക്ഷെ അത് പിടിക്കുന്നു, പോലീസ് പിടിക്കുന്നു. നടക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞല്ലോ. അല്ല, നടക്കുന്നുള്ളത് കൊണ്ടാണല്ലോ പിടിക്കുന്നത്. അല്ല, ഭാവന സുന്ദരമായ കേരളത്തിൽ ഇതൊന്നുമില്ല.
അല്ല, ഭാവന സുന്ദരമായ കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്ന് കുറെ കാലം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, അത് പിടിക്കും. ഇതിന്റെ 60% പോകുന്നത് ADGP ഉൾപ്പെടെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ സനോജ്, ADGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ 60% കൊണ്ടുപോകുന്നു എന്ന് ഇതിനു മുമ്പ് ആരോപണം വന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി ഇതിന് ചുക്കാൻ പിടിക്കുന്നുവെന്ന് ആരോപിക്കുന്നു. എവിടെയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്? CPM-ന്റെ ഉള്ളിലാണ്. CPM-ന്റെ MLA പറയുകയാണ് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാലയും നടക്കുന്നു. ഇതിന്റെ 60% ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരായ സനോജ, ഞാൻ പറഞ്ഞോട്ടെ, ADGP-യും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയും ഉൾപ്പെടെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങളെക്കാൾ വലുതായിട്ടുള്ള കൊട്ടേഷൻ സംഘം ഇവിടുത്തെ ഭരണപക്ഷത്തുണ്ട് എന്നല്ലേ അൻവർ പറഞ്ഞു വെച്ചത്? അൻവർ BJP-യുടെ MLA അല്ല, അൻവർ CPM-ന്റെ MLA. CPM-ന്റെ MLA CPM-ന്റെ ആ പാർട്ടിക്കെതിരെയും അതിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അതിൽ നടക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ADGP-ക്കെതിരെയും DGP-ക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇങ്ങനെ ഒരു തട്ടുകട പ്രസംഗം നടത്തി മുഖ്യമന്ത്രി പോവുകയാണോ ചെയ്യേണ്ടത്? അദ്ദേഹം കൃത്യമായി അന്വേഷിക്കട്ടെ. ഇനി PV അൻവർ പറഞ്ഞത് ശരിയല്ല, അയാൾക്ക് കോൺഗ്രസ് പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ CPM-നെ അട്ടിമറിക്കാനാണ് അൻവർ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണവുമായി വന്ന മുഖ്യമന്ത്രി അൻവറോട് പുറത്തു നിൽക്കാൻ പറയട്ടെ. ഏതായാലും ADGP-ക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. 18 ദിവസം പിന്നിട്ടു. ഇനി 13 ദിവസം കൂടി സമയമുണ്ട് നമുക്ക് കാര്യങ്ങളിലൊക്കെ തിരിച്ചു വരുന്നത് എന്ന്. ഏതായാലും 13 ദിവസം കൂടി കഴിയുമ്പോൾ കാര്യത്തിന്റെ ഒരു ചിത്രം വ്യക്തമാണ്. പക്ഷേ സനോജ്, ഇവിടെ ഇന്ന് അൻവർ ഈ മാധ്യമങ്ങളോട് തട്ടിക്കേറിയതിന്റെ ഒരു കാരണമുണ്ട്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഞാനത് വളരെ ശ്രദ്ധിച്ചു. അത് വെച്ചാൽ ഒരു ഫ്ലാറ്റ് ADGP വാങ്ങിക്കുന്നു 33,80,000 രൂപയ്ക്ക്. 10 ദിവസത്തിനുള്ളിൽ അത് 65,000 രൂപയായി മറിച്ച് വിൽക്കുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവിടെ ഇരുന്ന പക്ഷേ മാധ്യമപ്രവർത്തകൻ ഏതോ ഒരു മാധ്യമപ്രവർത്തകനോടാണ് ചോദിച്ചത്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല. അത് അൻവറെ ക്ഷുഭിതനാക്കുകയും ചെയ്തു. പക്ഷേ ഇതിലൊരു അസ്വാഭാവികത ഇല്ലേ? ഒരു ഫ്ലാറ്റ് 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നു, അത് 65 ലക്ഷം രൂപയ്ക്ക് 10 ദിവസം കൊണ്ട് വിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ നാടിൻ്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു സന്ദേശം കൊടുക്കുമ്പോൾ അത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് അൻവർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ ആളുകൾക്കൊക്കെ അറിയാം മുഖ്യമന്ത്രി അങ്ങനെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തെറ്റിദ്ധരിക്കുന്ന ഒരാളല്ല. അദ്ദേഹം തെറ്റ് ചെയ്തു എന്നാണോ അൻവർ പറഞ്ഞു വെക്കുന്നത്? അതായത് ഫ്ലാറ്റിന്റെ വിഷയത്തിലൊന്നും മുഖ്യമന്ത്രി ഇന്ന് ആ നിലയിലല്ലോ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ എന്താ പറഞ്ഞത്? ഈ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കും, ഗൗരവത്തോടുകൂടി അന്വേഷിക്കും എന്ന് തന്നെയാണ്. ആ ഗൗരവത്തോടു കൂടി എന്ന് വെറുതെ പ്രയോഗിക്കുന്നതല്ല. കാരണം അദ്ദേഹം ഒരു MLA ആണ്. ആ MLA ഉന്നയിക്കുന്ന പരാതികൾ അത് ഗൗരവത്തിലെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിലൊന്നും വേറെ തർക്കമില്ല. ഇന്നിപ്പോ രാവിലെ ഒരു ഫ്ലാറ്റിന്റെ വിഷയത്തിൽ ഒരു അല്ലെങ്കിൽ ഒരു MLA ഒരു പരാതി ഉന്നയിക്കുന്നു. വൈകുന്നേരം തന്നെ അതെല്ലാം വിശ്വസിച്ച് പൂർണ്ണമായും കാര്യങ്ങൾ ശരിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് നടപടി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുമോ? ഇതുമായി ബന്ധപ്പെട്ട ഒരു MLA-ക്ക് ഗവൺമെന്റിനെ ഏതെല്ലാം വിധത്തിൽ സമീപിക്കാം ഇങ്ങനെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ? എന്തിനാണ് ഈ നിലയിൽ തന്നെ ഈ പക്ഷെ അദ്ദേഹം സമീപിച്ചു. നേരത്തെ കോടിയേരി സഖാവ് ഉള്ള കാലത്ത് ഇത് പറഞ്ഞു എന്നല്ലേ പറയുന്നത്? അന്ന് ഇത് നേരത്തെ പാർട്ടിക്ക് മുന്നിൽ പറഞ്ഞു, മറ്റു മാർഗമില്ല, ഇനിയിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയലേ വഴിയുള്ളൂ. അത് അദ്ദേഹം പറയുകയാണ്. ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇന്നാണ് വരുന്നത്, സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കും. അത് അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അത് ഒരു വശത്ത് ഈ ADGP-ക്കെതിരെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കും. പക്ഷേ അൻവർ ഉന്നയിക്കുന്ന അതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണമുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്നവർ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്നവരാണ്, അങ്ങനെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്നവരാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പരിചയമില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെങ്കിലും നയിക്കുന്ന വഴിയിൽ കൂടി പോയി പൊട്ടക്കിണറ്റിൽ ചാടുന്ന ആളാണെന്ന ഒരു ധാരണയും ആർക്കും വേണ്ടതില്ല. അത് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്, അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചെല്ലാം നല്ല വ്യക്തതയുണ്ട്. ആ വ്യക്തതയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ സനോജ്, അതാണ് ഈ പ്രശ്നം അവിടെയാണ് വരുന്നത്. കാരണം മുഖ്യമന്ത്രി അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് നിലപാടുകളിൽ കൃത്യതയുണ്ടെന്നറിയാം.
അത് കുറേ കാലം അത് മനസ്സിലാക്കിയതിന് ശേഷമേ ഓരോ വാക്കും അളർന്ന് സംസാരിക്കുന്നയാളാണ് മുഖ്യമന്ത്രി എന്നറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇത് അൻവർ ഇതൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രിയെ കൂടി അൻവർ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്ന സംശയമല്ലേ അതിൽ വരുന്നത്? അല്ല, ആരെ ലക്ഷ്യം വെച്ചാലും മടിയിൽ കനമില്ലെങ്കിൽ ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി വളരെ കൃത്യമായി ഈ പറയുന്ന ആരോപിക്കപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും കുറച്ച് വലതുപക്ഷ നിരീക്ഷകന്മാരും എല്ലാം ചേർന്ന് അൻവർ ഇതാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ വിഷയത്തിൽ ഇന്നേ നടപടി എടുത്തിട്ടില്ല. അങ്ങനെ നടപടി എടുക്കാൻ വേണ്ടി കഴിയില്ല. ADGPക്കെതിരായാലും DGPക്കെതിരായാലും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായാലും ആർക്കെതിരെയും ആരോപണം വരാം. ഒരു ആരോപണം വരുന്ന ഘട്ടത്തിൽ അന്ന് വൈകുന്നേരം തന്നെ നടപടി പ്രഖ്യാപിക്കുക എന്നൊന്നും നമ്മുടെ രീതിയല്ല. അതിന് ഭരണഘടനാപരമായിട്ടുള്ള കാര്യം നിർവഹിക്കാനുണ്ട്, അത് അന്വേഷിക്കാൻ ആവശ്യമായ സംവിധാനം കൂടെയുണ്ട്. അതൊന്നും ഉപയോഗപ്പെടുത്താതെ, അതിനൊന്നും ക്ഷമയില്ലാതെ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കെല്ലാം പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചാൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെ പറയാൻ വേണ്ടി കഴിയൂ. ശ്രീകുമാർ, അങ്ങനെയാണോ അതിനെ ആ വിഷയത്തെ നോക്കിക്കാണേണ്ടത്? ഒരു പരാതി കിട്ടിയിരിക്കുന്നു, ഒരു ഒറ്റക്കാര്യം കൂടി നേരത്തെ BJPയുടെ വക്താവ് ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ചൊക്കെ ഇവിടെ വലിയ ആവേശത്തിൽ പ്രസംഗിക്കുന്നത് കേട്ടു. ഈ സാക്ഷര സുന്ദര കേരളത്തിൽ സ്വർണ്ണക്കടത്ത് ഇല്ല എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ സ്വർണ്ണക്കടത്ത് നടത്തി. ഈ സ്വർണം ഏത് വഴിയാ വരുന്നത്? സ്വർണ്ണം ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് വരികയാണോ? നിങ്ങളുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരാജയമാണ് ഈ കേരളത്തിൽ ഉൾപ്പെടെ വിമാനത്താവളം വഴി സ്വർണം ഇറങ്ങുന്നത്. നിങ്ങളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് എന്താ പണി? കേന്ദ്ര ഇന്റലിജൻസ് മേധാവികൾക്ക് എന്താ പണി? നിങ്ങളുടെ കസ്റ്റംസിന് എന്താ പണി? അപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പണം വാങ്ങിയിട്ട് അഴിമതി നടത്തിയിട്ട് കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ഈ അവർക്ക് വേണ്ടി വിമാനത്താവളം വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കടത്തുന്ന സ്വർണ്ണമാണ് ഇവിടെ പിടിക്കുന്നത്. കേരള പോലീസ് പിടിക്കുന്നത്. കേരള പോലീസിന് അത് കടത്തിക്കൊണ്ടുവരുമ്പോ കസ്റ്റംസ് ചെക്ക് ചെയ്ത് പുറത്തു വരുന്ന ആളുകളെ പിടിക്കാനേ പറ്റൂ. ആ ഉത്തരവാദിത്തം അതിന്റെ കേസിന്റെ നമ്പറായെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്. 100-200ഓളം കേസുകൾ ആ ജില്ലയിൽ മാത്രം ചാർജ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ കേരളത്തിൽ സ്വർണം വരുന്നത് എന്തോ മുഖ്യമന്ത്രിയുടെ പരാജയം കൊണ്ടാണ് എന്ന് BJPയുടെ നേതാവ് യാതൊരു മടിയുമില്ലാതെ, ഞാൻ മറ്റ് ഭാഷ പ്രയോഗിക്കുന്നില്ല, ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ആദ്യം ഈ ചർച്ച നടത്തുന്നത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞല്ലോ, ഈ പിടിക്കപ്പെടുന്ന സ്വർണം പരാതി പറയണം. കേരളത്തിലേക്ക് ഇത്രയേറെ സ്വർണം കടത്തുന്ന പരിപാടി വിമാനത്താവളം വഴിയാണ്. അത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രിയോടും നിങ്ങളുടെ അമിത്ഷായോടും പോയി പറയും. എന്നിട്ട് ഈ ചർച്ചയിൽ പറ. പിണറായി വിജയനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയില്ല. പിണറായി വിജയന്റെ നിയന്ത്രണത്തിലല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് നിയന്ത്രണത്തിലല്ല വിമാനത്താവളങ്ങൾ. ആ കാര്യങ്ങൾ ആദ്യം ഓർമ്മിക്കണം. കഴിഞ്ഞ ചരിത്രങ്ങളിലേക്ക് പോകാതിരിക്കല്ലേ നല്ലത്? അല്ല, വിമാനത്താവളത്തിൽ കഴിഞ്ഞ ചരിത്രങ്ങളിലേക്ക് സനോജെ പോകാതിരിക്കല്ലേ നല്ലത്? മുഖ്യമന്ത്രി മുഖം രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയെന്ന് കണ്ടതല്ലേ? എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? വലിയ ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ ഇങ്ങോട്ട് വന്നല്ലോ. എന്ത് ചെയ്യാൻ കഴിയും? സനോജെ, നിങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ നിങ്ങൾ കെട്ടുതുറന്നു വിട്ട ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഒരു വലിയ കൊട്ടേഷൻ സംഘം പോലീസുകാർ നടത്തുന്ന നീതികേടിനെ ന്യായീകരിക്കുന്ന സനോജെ, ഇന്ന് അൻവർ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു MLA ഇത് തുറന്നു പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളി. എന്റെ തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണം അൻവർ എന്ന് പറയുന്ന നിങ്ങളുടെ MLA ഇതിനെ കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളി. നിങ്ങളുടെ പോലീസുകാർ കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വിഹിതം, അതൊക്കെ പറഞ്ഞത് BJPക്കാരല്ല, നിങ്ങളുടെ MLA ആണ്. അൻവറാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് യഥേഷ്ടം നടക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, സ്വർണ്ണക്കടത്ത് കേരളത്തിൽ നടത്തുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണോ? എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ഏത് മാർഗം ഉപയോഗിച്ചാണ് സ്വർണം ഇങ്ങോട്ട് കടത്തുന്നത്? സ്വർണം കടന്ന് വിമാനത്താവളം വഴിയാണ്. അത് നിങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരാജയമാണ്, നിങ്ങളുടെ കസ്റ്റംസിന്റെ പരാജയമാണ്. അതാദ്യം അംഗീകരിക്കണം. നിങ്ങൾക്ക് ഒന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയം പണം വാങ്ങിയിട്ടാണ്. അതിന് കമ്മീഷൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കേരളത്തിലെ BJP നേതൃത്വം അതിന്റെ കമ്മീഷൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കേസിൽ തെളിയാതെ പോകുന്നത്. വിമാനത്താവളമാണ്. നിങ്ങൾ
നിങ്ങൾ അതിന്റെ കമ്മീഷൻ പറ്റി സ്വർണ്ണം ഇങ്ങോട്ട് കടത്തി കൊണ്ടുവരികയാണ്. അത് കേരള പോലീസ് പിടിക്കുന്നു, അത്രയേ ഉള്ളൂ. കേരള പോലീസ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് കേന്ദ്ര സേനക്കാണ്, കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിനാണ്, കസ്റ്റംസിനാണ്. എന്തേ നിങ്ങൾക്ക് തടയാൻ കഴിയാത്തത്? എന്തുകൊണ്ട് തടയാൻ കഴിയില്ല? നിങ്ങൾ വലിയ പ്രസംഗം നടത്തിയല്ലോ തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിനെ കുറിച്ചൊക്കെ. അതിനുശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്ര തവണ സ്വർണം പിടിച്ചു? എത്ര തവണ സ്വർണം പിടിച്ചു? കേരളത്തിലെ ഗവൺമെന്റാണ് ഉത്തരവാദിത്വം. BJP സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വം പരാതി പറഞ്ഞു. ഉൾപ്പെടെ പിടിയുണ്ടെന്നുള്ളത് ആദ്യത്തെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ സമയത്ത് തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കത് ധൈര്യമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളെ പുറത്തു കൊണ്ടുപോവാ. കേന്ദ്ര സേന നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്? കേന്ദ്ര അന്വേഷണ വിഭാഗം നിങ്ങളുടെ കയ്യിലല്ലേ? എന്തുകൊണ്ട് തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വർണം കൊടുത്തുവിട്ടത് ആരാണ്, ആർക്ക് വേണ്ടിയാണ് അതിങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ലല്ലോ. നിങ്ങൾ TV ചർച്ചയിൽ 8 മണിക്ക് ആവേശ ചർച്ചയല്ലാതെ BJP നേതൃത്വം എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിനകത്തെല്ലാം വളരെ കൃത്യമായിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്, കേന്ദ്ര BJPക്ക്, കേരളത്തിലെ BJP നേതൃത്വത്തിന് അതിനെല്ലാം പങ്കുണ്ട്. നിങ്ങളുടെ ഗവൺമെന്റ് വിചാരിച്ചാൽ, കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ 1 പവൻ സ്വർണം പോലും കസ്റ്റംസ് അറിയാതെ ഇങ്ങോട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ കിലോ കണക്കിന് സ്വർണമാണ് ഓരോ ദിവസം കൊണ്ടുവരുന്നത്. അത് റോഡിൽ വെച്ചാണ് കേരള പോലീസ് പിടിക്കുന്നത്. ആ കാര്യം നിങ്ങൾ മറന്നുപോകരുത്. യെസ്, ഞാൻ രണ്ടുപേരിലേക്ക് മടങ്ങി വരാം. ശ്രീ N. ശ്രീകുമാർ, വളരെ അതിനെ കുറിച്ചാണ് അൻവർ പറഞ്ഞത്. ശ്രീ N. ശ്രീകുമാർ, സ്വർണം വരുന്നു എന്നത് സത്യമാണ്. 2022 പോലീസ് 92 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 23 ആയപ്പോൾ അത് 61, 24 ആയപ്പോൾ 26, ഏതാണ്ട് കഴിഞ്ഞ 3 വർഷങ്ങളിലായി 179ഓളം കേസുകൾ വന്നു എന്നാണ് അൻവർ പറയുന്നത്. ഇതിൻ്റെയൊക്കെ പങ്ക് പറ്റുന്നത് ADGP ആണ്, ഉന്നത ഉദ്യോഗസ്ഥരാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത്. അത് സ്വാഭാവികമായി ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്തു വന്നൊരു പരാതിയാണ്. അത് അന്വേഷിച്ച് അതിൽ വാസ്തവമുണ്ടെങ്കിൽ നടപടിയെടുക്കാം എന്ന സനോജിൻ്റെ നിലപാട്, അല്ലെങ്കിൽ നടപടി സർക്കാർ എടുക്കുമെന്ന സനോജിൻ്റെ വിശ്വാസം ശ്രീകുമാർ മുഖവിലേക്ക് എടുക്കുമോ? നോക്കൂ മനു, ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തില് അദ്ദേഹം 1.5-2 മണിക്കൂറോളം പത്രസമ്മേളനം നടത്തി. അതിൽ 1 മണിക്കൂർ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ചില സൽഗുണങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. കുറച്ചു സമയം മാധ്യമപ്രവർത്തകരുടെ വാർത്താ രീതിയെ കുറിച്ച് പരാമർശിച്ചു. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെ കുറിച്ച് അവരാണ് ഇതിന്റെ പിന്നിലെന്ന് ഒരു പരോക്ഷമായ ആരോപണം ഉന്നയിച്ചു. CPI-ക്കാര് അവര് മര്യാദ അവരത് മര്യാദയ്ക്ക് ഇരുന്നോളണം പൂരത്തിന്റെ കാര്യത്തിലൊക്കെ, അതൊക്കെ അന്വേഷണം 24-ാം തീയതി പുറത്തു വരുമെന്ന് പറഞ്ഞു. PV അൻവറെ ഒന്ന് മുന്നറിയിപ്പ് നൽകി. ഇതെല്ലാം എന്ത് സംഭവിച്ചു? ഇവിടെ ശ്രീമതി സിന്ധുമോളും ശ്രീ സനോജും ഈ സ്വർണ്ണക്കടത്തിൽ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുമ്പോൾ യഥാർത്ഥ വിഷയം അതാണ്. ഇതാണ് ഇവിടുത്തെ പ്രതിപക്ഷം പറയുന്നത്. വിഷയങ്ങൾ വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നാവുന്നത്. ഇന്നത്തെ വിഷയം സ്വർണ്ണക്കടത്തല്ല ശ്രീമതി സിന്ധുമോൾ, ശ്രീ സനോജ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ PV അൻവർ ഉന്നയിച്ച ആക്ഷേപത്തിന് മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടി പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പറഞ്ഞെന്താ വെച്ചാൽ അദ്ദേഹം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പരോക്ഷമായി അത് അൻവറിന്റെ തലക്കിടുക ചെയ്തത്. കാരണം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഒരു വിവരങ്ങൾ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് പോലീസ് പറയുന്ന വിശദീകരണമാണ് കേരള മുഖ്യമന്ത്രി പറയുന്നത്. അത് പോലീസ് പറയുന്ന വിശദീകരണം മാത്രമേ ഉള്ളൂ. ഇത്ര ഗ്രാം സ്വർണം പിടിച്ചു എന്ന്. ആ സ്വർണം പിടിച്ചതിനൊക്കെ കേരളത്തിൽ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പൊ മാധ്യമപ്രവർത്തകർ പറഞ്ഞു, ആരെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഉദ്ദേശിക്കാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതാ ഞാൻ പറഞ്ഞത്, ഈ CPM-ലെ ഒരു അൻവർ ഘടകം ഉണ്ടായിരിക്കുന്നു. വളരെ ഭീഷണിയാണ് CPM-ന് അൻവർ ഘടകം. ഭീഷണി എന്ന് വെച്ചാൽ അൻവർ എന്ന ആ ഒരു കക്ഷിരഹിത ഇടതുപക്ഷ വിശ്വാസിയായിട്ട് ഇപ്പോൾ നടക്കുന്ന അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കേരളത്തിന്റെ ഭരണ നേതൃത്വം എത്തിയിരിക്കുകയാണ്. അൻവർ പറഞ്ഞത് ADGP-യെ കുറിച്ചാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ADGP-യെ മാറ്റില്ല, അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണം എന്ന് തീരുമെന്നൊരു ചോദ്യമുണ്ട് ശ്രീ സനോജ്. കാരണം പൂരത്തെ കുറിച്ച് പറയാം. പൂരത്തെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചെത്തുന്ന 5 മാസമായി. എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി പറയുകയാണ് 24-ാം തീയതി റിപ്പോർട്ട് കൊടുക്കുമെന്ന്. അപ്പൊ 5 മാസം കഴിഞ്ഞല്ലോ. ഇനി എങ്ങനെ വിശ്വസിക്കും? ആ വിശ്വാസ പ്രമാണത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെങ്കിൽ 24-ാം തീയതി റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ട് എന്തെങ്കിലും നമുക്കറിയാം എന്താ വരാൻ പോകുന്നത് അറിയാം. പക്ഷെ അതല്ലല്ലോ നമുക്ക് വേണ്ടതല്ലല്ലോ. അൻവർ ഉന്നയിച്ച ആക്ഷേപം ശരിയോ തെറ്റോ എന്നുള്ളത് ആരാ തീരുമാനിക്കേണ്ടത്? അത് അൻവറല്ല, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പോലീസോ തീരുമാനിക്കേണ്ടത്.
അത് ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞത് CPM ആണ്, പാർട്ടി സെക്രട്ടറിയാണ്. അപ്പൊ അത് എന്തുകൊണ്ട് തീരുമാനിച്ചില്ല? അപ്പൊ അതിന് പകരം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്ന് വന്ന സ്ഥിതിക്ക് ഇനി നാളെ ഒരു പക്ഷേ അതിന്റെ ഗൗരവം കുറയുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ഏതായാലും മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എല്ലാവരും സഗൗരവം കേട്ടിരുന്നതാണ്, താങ്കളും കേട്ടിരുന്നിരിക്കും, സ്വാഭാവികമാണ്. അത് വലിയ ഒരു അല്ലെങ്കിൽ മുഖ്യമന്ത്രി നാളിതുവരെ മൗനം തുടരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രി താൻ ഇതിനൊന്നും ഭയക്കുന്നില്ല, വ്യക്തമായ നിലപാട് പറയാൻ താൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയും അത് വിസ്തരിക്കാനൊക്കെ തയ്യാറാകുകയും ചെയ്യുന്നത്. ADGPക്കെതിരെ മുഖ്യമന്ത്രി കാര്യമായി ADGPക്കെതിരെ അന്വേഷണം നടത്താം എന്ന നിലപാട് തന്നെയാണ് പറയുന്നത്. പക്ഷേ P ശശിക്കെതിരെ ഒരു അന്വേഷണവും വേണ്ടതില്ല. അത് പാർട്ടി നിയമിച്ച് തൻ്റെ ഓഫീസിലിരിക്കുന്ന ഒരു നേതാവാണ്. ഒരു കാരണവശാലും ഒരു അന്വേഷണത്തിനും സാധ്യതയില്ല. അദ്ദേഹം മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അത് വലിയ ആശയക്കുഴപ്പത്തിന് പാർട്ടിക്കുള്ളിൽ വഴിവെക്കും എന്നാണോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി കണക്കാക്കുന്നത്? അല്ല മനു, ഞാൻ കണക്കാക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും ഇന്ന് CPM പാർട്ടി ഔദ്യോഗികമായിട്ട് വക്താക്കളെ വിടുന്നതും ഒക്കെ നമ്മൾ കൂട്ടി വായിക്കണം. ഇത്രയും ദിവസം, എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതലായി ഈ റെജി ലൂക്കോസിനെ പോലെയുള്ള ആൾക്കാരെയാണ് ഇവർ ചർച്ചയ്ക്ക് വിടുന്നത് AKG സെൻറ്ററിൽ നിന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം 1 മണിക്കൂർ 40 മിനിറ്റ് വളരെ സുദീർഘമായി എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ക്ഷമയോടുകൂടി ഒരു തവണ പോലും ദേഷ്യപ്പെടാതെ വളരെ സംയമനത്തോടെ കരുതിക്കൂട്ടി അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പറയുകയാണ് ചെയ്തത്. അൻവറിനെ തള്ളുകയാണ് ചെയ്തത്. P ശശി മാതൃകാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. P ശശിക്ക് മാത്രമല്ല MR അജിത് കുമാറിനെയും ഒരു കാരണവശാലും വെറുതെ അങ്ങ് തള്ളിക്കളയാനോ വെറുതെ അങ്ങോട്ട് മാറ്റി നിർത്താനോ കഴിയില്ല. DGPയുടെ അന്വേഷണം വരുന്നത് വരെ CPI-ക്കാരൊക്കെ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനൊരു പ്രശ്നവുമില്ല, ഒരു കുലുക്കവുമില്ല. CPI-ക്കാരല്ല, ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ് ഈ 2ാം ടേം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും, മുഖ്യമന്ത്രി തീരുമാനിക്കും എപ്പോൾ അജിത് കുമാറിനെതിരെ നടപടി വേണോ വേണ്ടയോ. അത് വിജിലൻസ് അന്വേഷണം ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ആണ് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അങ്ങനെയല്ല തുടക്കത്തിൽ നമ്മൾ കരുതിയത്. എന്തായാലും വിജിലൻസ് അന്വേഷണം നടക്കുന്ന സമയത്ത് പോലും ഇവിടെ ADGP ലോ ആൻഡ് ഓർഡറിൽ ഒരു ഉദ്യോഗസ്ഥന് ഇരിക്കാൻ പറ്റുന്ന അഭൂതപൂർവമായ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ EMSന്റെ സർക്കാരിന്റെ കാലം മുതൽ സംഭവിക്കാത്ത വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടതുപക്ഷ MLA തന്നെ വലിയ ശക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ ഇന്നത്തെ അൻവറിന്റെ പത്രസമ്മേളനം 1 മണിക്കൂർ മുൻപ് നടന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പറ്റുന്ന ആളാണ് P ശശി എന്ന്. ഇത് ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞതുപോലെ അൻവർ ഘടകമല്ല CPM-ൽ ഉണ്ടായത്. ഇത് കൗരവകുലത്തിൽ തന്നെ അല്ലെങ്കിൽ CPM-ന്റെ കണ്ണൂർ നേതൃത്വത്തിൽ തന്നെയുള്ള വിഭാഗീയതയുടെ പ്രതിഫലനം P ശശിക്കെതിരെ P ജയരാജനും സംഘവും നടത്തുന്ന തേരോട്ടത്തിന്റെ തുടക്കം. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന വിമർശനം, ഇനി ലോക്കൽ സമ്മേളനങ്ങൾ ബാക്കിയുണ്ട്, ഏരിയ സമ്മേളനങ്ങൾ വരാനുണ്ട്, അതിനുശേഷം ജില്ലാ സമ്മേളനങ്ങൾ വരാനുണ്ട്, വെട്ടിത്തിരുത്തലുകൾ കാണാൻ പോകുന്നു. അടുത്ത ഫെബ്രുവരിയോടുകൂടി അല്ലെങ്കിൽ അടുത്ത ഏപ്രിലോട് കൂടി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഇന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ അതിനെക്കുറിച്ചൊരു ഏകദേശം ഒരു ധാരണ, ഇത് എവിടെ നിന്നാണ്, അൻവറിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നും അദ്ദേഹം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നുവെന്നും ഇന്ന് CPM-ന്റെ വക്താക്കളെല്ലാം വിടുന്നത് വഴി ഗോവിന്ദൻ മാഷ് ഓസ്ട്രേലിയയിൽ കുടുംബസമേതം ടൂർ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നമ്മൾ വളരെ ഇതെല്ലാം കൂട്ടി വായിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, സമ്മേളനങ്ങളിൽ ഈ അൻവർ വിഷയം വലിയ തോതിൽ അദ്ദേഹം പറഞ്ഞാൽ അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കില്ലല്ലോ. ഇവിടെ 33% മാത്രം വോട്ട് നേടി ലോക്സഭാ ഇലക്ഷനിൽ വമ്പിച്ച പരാജയം ഏറ്റുവാങ്ങിയ ഇടതുപക്ഷ മുന്നണിക്ക്
അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മാത്രം വിമർശനം ഏൽക്കാതിരുന്നില്ലല്ലോ. ഇവിടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഇതായിട്ട് വിമർശനങ്ങൾ വന്നു ചില പത്രങ്ങളിൽ. അപ്പൊ ഞാനിവിടെ എറണാകുളത്ത് ചില ജില്ലാ ഇവിടെ കമ്മിറ്റി അംഗങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ചില നേതാക്കൾ ചോദിച്ചത് ഒരു കാര്യം ഞാൻ മനുവിനോട് പറയാം. അതായത് എന്നോട് ചോദിച്ചത് എൻ്റെ പേരുണ്ടോ, ഈ പത്രത്തിൽ എൻ്റെ പേരുണ്ടോ എന്നാണ് എന്നോട് ഒരു നേതാവ് ചോദിച്ചത്. അപ്പൊ അത്രമാത്രം കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് മുഖ്യധാരാ പത്രങ്ങളിൽ പോലും ഈ വിമർശനങ്ങളായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തൊടുത്തുവിട്ട വിമർശനങ്ങളായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ചർച്ചകളിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ട് മാത്രം ഈ ശശിക്കെതിരെയോ അൻവറിനെതിരെയോ അല്ലെങ്കിൽ ശശി ഇപ്പോ അൻവർ തൊടുത്തുവിട്ട ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? പാർട്ടിയിൽ ഇനിയിപ്പോൾ ഒരു പർജ് നടക്കാൻ പോവുകയാണ്. അതിൽ ഏത് വിഭാഗം, പിണറായി വിജയന്റെ ഔദ്യോഗിക വിഭാഗം വിജയിക്കുമോ, അതോ ഇനിയിപ്പോൾ മറുവിഭാഗം, ഒരു മറുചേരി ഉണ്ടായിരിക്കുകയാണ് പാർട്ടിയിൽ. അത് കണ്ണൂർ തന്നെയുള്ള നേതാക്കൾ, കോഴിക്കോട് നിന്നുള്ള നേതാക്കളൊക്കെയാണ് അതിന്റെ ഒരു വശത്ത് നിൽക്കുന്നത്. തിരുവിതാംകൂറിൽ നിൽക്കുന്ന നേതാക്കൾ അതിന്റെ പുറകിൽ പിന്തുണയുമായിട്ടുണ്ട്. അവർ ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ സന്ദർഭം വരുമ്പോൾ ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കും, തലമുറ മാറ്റം നടക്കും എന്നൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ട് മാത്രം ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ വി കെ സരോജ്, ഈ മുഖ്യമന്ത്രി പറഞ്ഞു അൻവറിൻ്റേത് കോൺഗ്രസ് രീതിയാണ്, കോൺഗ്രസ് വഴി വന്നതാണ്. അൻവർ അതിന് മറുപടിയും കൊടുത്തു. EMS ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. പക്ഷേ അൻവർ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വർഷങ്ങളായി അദ്ദേഹത്തിന് വീണ്ടും ഒരു ടേം കിട്ടിയിരിക്കുന്നു. അൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ അങ്ങനെ തള്ളി പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം അൻവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. പാർട്ടിക്ക് വേണ്ടെങ്കിൽ സ്വന്തം വഴി നോക്കും, വീട്ടുകാര്യം പറയാനല്ല മുഖ്യമന്ത്രിയെ കണ്ടത്, തീയിൽ കുരുത്ത താൻ വെയിലത്ത് വാടില്ല എന്നൊക്കെ ഈ PV അൻവർ പറയുമ്പോൾ ഒരു വെല്ലുവിളിയുടെ സ്വരം അവിടെ കേൾക്കുന്നില്ലേ? അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അതായത് ഇപ്പോ കോൺഗ്രസ് വക്താവായിട്ടുള്ള ആനന്ദ് കൊച്ചുകൂടി കുറെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഈ വിഭാഗീയയുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് വക്താവല്ല സനോജെ, നിങ്ങൾക്ക് നാണമില്ലേ കോൺഗ്രസ് വക്താവ് എന്ന് പറഞ്ഞ് ഒരു വിമർശകനെ നിങ്ങൾ കോൺഗ്രസ് വക്താവാക്കുന്നതിന് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ശ്രീ സനോജെ? പോട്ടെ, അല്ല അങ്ങനെയല്ല. ഉണ്ടോന്നൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നിങ്ങൾ കോൺഗ്രസ് വക്താവായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിട്ട് നിങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ. കോൺഗ്രസ് വക്താവ് എന്ന് പറയുന്നത് മറ്റു ഭാഷയൊക്കെ വീട്ടിൽ പ്രയോഗിച്ചാൽ മതി. നമ്മൾ ആ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഞാൻ എന്താ മോശം പറഞ്ഞത്? അയാൾ നിങ്ങളുടെ പാർട്ടിയിൽ ഉപയോഗിച്ചാൽ മതി. വേറെന്താ പറയേണ്ടത്? അല്ല, ശ്രീ ആനന്ദ് കൊച്ചുകൂടി എല്ലാ ചാനലിലും വന്നിട്ട് ബാധിക്കുന്ന ആളാണ്. അത് പിന്നെ മുഖംമൂടി അണിയേണ്ട കാര്യമുണ്ടോ? അന്തസ്സില്ലാത്ത പരിപാടി. ഞാൻ ഏത് ചർച്ചയിലാണ് വന്നത്? കോൺഗ്രസിന് വേണ്ടി വിമർശകരെ എല്ലാം നിങ്ങൾ പലപ്പോഴും ചാനലുകളിൽ വരാറുള്ളത്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് വക്താവ് എന്ന് പറഞ്ഞത് അതിന് മോശം നിലയിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ പോലെ അടിമപ്പണി ചെയ്യേണ്ട ഒരു ഗതികേടുമില്ല. എനിക്ക് കൃത്യമായിട്ടുള്ള ഇവിടെ നിഷ്പക്ഷമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് നാളെ മാറുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് തന്നെ ചെയ്യില്ല. നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും എനിക്കൊരു പാർട്ടിയിൽ ചേരാനും പ്ലാനില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് ഉത്തരമില്ലെങ്കിൽ മറ്റ് പാനലിസ്റ്റുകളെ ചാപ്പി അടിക്കുകയല്ല വേണ്ടത്. വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. നിങ്ങളൊക്കെ വലതുപക്ഷത്തിന്റെ വക്താവാണ്, കോൺഗ്രസിന്റെ വക്താവാണ്. അത് പറയാൻ മടിക്കേണ്ട കാര്യമില്ല. അന്തസ്സായി പറയണം. ആ ധൈര്യങ്ങൾ നിങ്ങൾ കാണിക്കണം. വെറുതെ അതൊന്നും പറയല്ല. നിങ്ങൾക്ക് വലിയ വിവരങ്ങൾ കിട്ടിയതല്ലേ പറയുന്നത് നമ്മുടെ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച്. ഞാൻ കോൺഗ്രസിന്റെ വക്താവ് എങ്ങനെയാണ് ആകുന്നത് എന്ന് ധരിപ്പിച്ചാൽ മതി. പ്രേക്ഷകരെ ധരിപ്പിക്കുക. ഞാൻ എങ്ങനെയാണ് കോൺഗ്രസിന്റെ വക്താവാകുന്നത്? ഞാൻ ഏതെങ്കിലും കോൺഗ്രസ് കുടുംബത്തിന്റെ അംഗമാണോ? ഞാൻ ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കുക. നിങ്ങളോ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക. അതൊക്കെ ഞാൻ തെളിയിക്കാം. ഞാൻ എന്റെ അവസരം ഞാൻ നിങ്ങൾ പറയുമ്പോൾ മര്യാദ പാലിച്ച് നിങ്ങൾ പറയുന്നവരോട് യോജിപ്പുണ്ടായിട്ടും അന്തസ്സായി കേട്ടുന്ന ആളാണ്. അതുകൊണ്ട് എന്റെ ഇടയിൽ കയറി പറയല്ല. ഞാൻ അദ്ദേഹം ഇപ്പോടെ പറയുന്നത് CPM-നകത്തുനിന്ന് വലിയ തകർച്ച നേരിടാൻ വേണ്ടി പോകുന്നു. എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനം നടന്നു പോലും മുഖ്യമന്ത്രിക്കെതിരായിട്ട്. മുഖ്യമന്ത്രി വിമർശിക്കാൻ പാടില്ലേ? ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓൺ ചെയ്തതും വിവിധ ഘടകങ്ങൾ മീറ്റ് ചെയ്തതും നല്ല വിമർശനം, നല്ല സ്വയം വിമർശനം, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് കൈക്കൊള്ളാൻ വേണ്ടിയാ.
ഞങ്ങൾ സമ്മേളനം നടത്തുന്ന വിമർശനം ഉണ്ടാവും. വിമർശനവും ചർച്ചയും പുതിയ നിർദ്ദേശവും പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനാണ് ഞങ്ങൾ സമ്മേളനം ചെയ്യുന്നത്. അവിടെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോ എറണാകുളം ജില്ലാ കമ്മിറ്റി വിമർശിച്ചുകൊണ്ട് പാർട്ടി ഇതാ തകരാൻ പോവുകയാണ്, നല്ല സ്വപ്നം കണ്ടോ, സ്വപ്നം കാണാൻ നന്നായി കാണാനോ, എന്തൊക്കെയാ അദ്ദേഹം ഇപ്പൊ വിളിച്ചു പറയുന്നത്? CM-നെതിരായിട്ട് വിമർശനമുണ്ടായി, എന്താണ് ഒരു പുതിയ ടീം വരാൻ വേണ്ടി പോകുന്നു, പാർട്ടി സമ്മേളനം ആകെ അലങ്കോലമാവാൻ വേണ്ടി പോകുന്നു. നല്ലപോലെ സ്വപ്നം കണ്ടോ? നിങ്ങൾ കുറെ കാലമായാലും ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കണ്ട, ഞങ്ങളെ വിരട്ടാനും നോക്കണ്ട. അതെല്ലാം അതിജീവിച്ച് ശക്തമായ നിലയിൽ പാർട്ടി മുന്നോട്ട് പോകുക ചെയ്യും. ഇപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം അൻവർ ഉയർത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അതിനകത്ത് വളരെ കൃത്യമായി അൻവർ ആദ്യഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ചപ്പോ നല്ല സഹിഷ്ണുതയോടുകൂടി ആ കാര്യങ്ങൾ അതീവ ഗൗരവമായി പരിഗണിക്കും. അദ്ദേഹം മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചേ ഉള്ളൂ. അദ്ദേഹം ഉന്നയിക്കുന്നത് ശരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണല്ലോ. അത് അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ലെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പാർട്ടിക്ക് കൊടുത്ത പരാതി സംബന്ധിച്ച് പാർട്ടി ഗൗരവത്തിലെടുക്കും എന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കുമെല്ലാം വിമർശനം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ട് പത്രസമ്മേളനത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന നില വന്നപ്പോ മുഖ്യമന്ത്രിക്ക് അതിനകത്ത് പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് പക്ഷേ ഈ അൻവർ മുഖ്യമന്ത്രിയെ താൻ തള്ളി പറയുന്നില്ല, തനിക്ക് ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന അൻവറെ വിശ്വാസത്തിലെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ അദ്ദേഹം ഇങ്ങനെ ഒരു വെല്ലുവിളിയുടെ സ്വരവും ഇപ്പൊ ഏറ്റവും ഒടുവിൽ കാണുകയാണല്ലോ. പാർട്ടിക്ക് വേണ്ടെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. ഇതിനേക്കാൾ വലിയ വെല്ലുവിളിക്ക് അതിജീവിച്ച വന്നത് നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് മനസ്സിലാവാത്തോണ്ടാണ്. അല്ല, അതിന് ഞാൻ എതിർക്കുന്നില്ല. അൻവറിനെ കൊണ്ടിപ്പോ പ്രത്യേകിച്ച് പാർട്ടിക്കെതിരെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെയും ഈ പാർട്ടിയെയും കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ല, ഞാൻ അൻവർ പാർട്ടി ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ അങ്ങനെ പറയുന്നുമില്ല. പക്ഷേ ഞാൻ ഉന്നയിക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു ചോദ്യം, സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ, പാർട്ടിയെക്കുറിച്ച് എനിക്കറിയില്ല, എന്നെപ്പോലെ നിരവധി ആളുകളുണ്ടല്ലോ ഈ നാട്ടിൽ, അവർ ഈ സ്വാഭാവികമായും ഒരു ഭരണകക്ഷിയിലെ MLA ഇങ്ങനെ ഒരു വെല്ലുവിളിയുടെ സ്വരം മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുമ്പോൾ എന്താണ് അവർ മനസ്സിലാക്കേണ്ടത്? ഭരണകക്ഷി MLA ഇങ്ങനെ ഒരു സ്വരം ഉയർത്തിയിരിക്കുന്നു, അങ്ങനെ ഒരു അത് വസ്തുതയാണ്, വസ്തുതാപരമായ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു ആരോപണമേ ഉന്നയിച്ചില്ല എന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഒരു പുതിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കാറില്ല. അത് നിങ്ങൾ പത്രം ചോദിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം കോൺഗ്രസിൽ വന്ന ആളാണ്. സാധാരണ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന പതിവില്ല. പാർട്ടിക്ക് പൂർണ്ണനായും വിധേയനാണെന്ന് പറയുന്ന ഒരാളെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത എവിടെയാണ്, എന്താണ് അതിൽ പറ്റുന്നത്? ബോധ്യപ്പെടുത്താൻ കഴിയണമെന്താ? സവിശേഷമായ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ നിലയിൽ ജനങ്ങൾക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ നീക്കാൻ, അതിന്റെ വസ്തുതകൾ കണ്ടെത്താൻ, ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ ഇച്ഛാശക്തിയും കെൽപ്പും ഈ ഗവൺമെന്റുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ഇതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെടുമെന്നും ഇതോടുകൂടി ഗവൺമെന്റ് ആകെ ഇല്ലാതായി പോകും എന്നും സ്വപ്നം കാണാൻ ആനന്ദ കൊച്ചുകൂടിയപ്പോഴുള്ള ആളുകൾ അപ്പുറത്തുണ്ടാവും. പക്ഷേ ഇതിലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ സനോജ്? ഈ ഘടക കക്ഷികൾ തന്നെ ഇപ്പൊ വളരെ ശക്തമായി രംഗത്ത് വന്നു. ഇപ്പൊ CPI വരുന്നു. എവിടെ നിങ്ങളുടെ തൃശ്ശൂർ പൂരത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് VS അനിൽകുമാർ ചോദിക്കുന്നു. RJD പരസ്യമായി അവരുടെ നിലപാട് പറയുന്നു. ഇതൊന്നും ഇതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുമോ? അവരെല്ലാം സ്വതന്ത്രമായ പാർട്ടികളാണ്. അതെ, പക്ഷെ ഒരു മുന്നണി എന്ന് പറയുമ്പോൾ കൂട്ടുത്തരവാദിത്തമുള്ള ഒരു നിലപാടല്ലേ? ആ മുന്നണിയിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്ത സ്വരങ്ങൾ വരുന്നു എന്നത് അതൊരു സർക്കാരിന്റെ ഭൂഷണമാണോ? മുന്നണിയിലെ വ്യത്യസ്ത സ്വരമുള്ള ആളുകൾ തന്നെയാണ് ഉണ്ടാവുക. ഒറ്റ സ്വരമാണെങ്കിൽ പിന്നെ ഒറ്റ പാർട്ടി പോരെ. വ്യത്യസ്ത സ്വരമുള്ളതുകൊണ്ടാണല്ലോ അവരൊക്കെ വ്യത്യസ്ത പാർട്ടികളായി നിൽക്കുന്നത്. വ്യത്യസ്ത പാർട്ടികളാകുമ്പോൾ വ്യത്യസ്ത സ്വരങ്ങൾ ഉണ്ടാവും. ആ വ്യത്യസ്ത സ്വരങ്ങൾ മുന്നണിക്കകത്തുണ്ടാവും, ചിലപ്പോൾ മുന്നണിക്ക് പുറത്തും പറഞ്ഞെന്ന് വരും. അതെല്ലാം കൈകാര്യം ചെയ്യാൻ ആവശ്യമായ നേതൃത്വപരമായ ശേഷി ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നേതൃത്വത്തിലുണ്ട്. അത് ആ മുന്നണി കൈകാര്യം ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും മുന്നണി വിട്ടു പോയോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് സവിശേഷമായ ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സാധാരണ നിലയിൽ ഇങ്ങനെ ഉണ്ടാവാറില്ല. ഒരു ഭരണപക്ഷ MLA തുടർച്ചയായി ഈ നിലയിൽ പത്രസമ്മേളനം നടത്താറില്ല, ഈ നിലയിൽ ആരോപണം ഉന്നയിക്കാറില്ല. ഒരു പുതിയ കാര്യം ഉണ്ടായിട്ടുണ്ട്, അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. ആ കാര്യത്തെ അഡ്രസ് ചെയ്യും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനകത്ത് ഒരു ഭയപ്പാടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. യെസ്, ശ്രീ N. ശ്രീകുമാർ, ഇവിടെയാണ് ഒരു ഭയപ്പാടും ഇല്ല. ഒരു ഭരണകക്ഷി MLA ഒരു പ്രസ്താവനയുമായി വന്നു. അദ്ദേഹത്തിന് പാർട്ടി രീതികൾ അങ്ങനെ അറിവില്ല. അദ്ദേഹം ഒരു പുതിയ ആളാണ്. 9 വർഷം കൊണ്ടും പാർട്ടി രീതികൾ പഠിച്ചിട്ടില്ല.
അങ്ങനെ വന്ന് അദ്ദേഹം ചില വിമർശനങ്ങൾ നടത്തി, ഉദ്യോഗസ്ഥർക്കെതിരെ ചില പരാതികൾ ഉന്നയിച്ചു. അതിൽ കഴമ്പുണ്ടെങ്കിൽ അന്വേഷിക്കാം, നടപടിയെടുക്കാം. മുന്നണിക്കകത്ത് ഉള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട്. ഏതായാലും സരോജ് പറഞ്ഞ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കണം. ഈ PV അൻവർ വിചാരിച്ചാലൊന്നും CPM എന്തെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാകും എന്ന് ആരും ധരിക്കുന്നുമില്ല. അത്രേ ഒരു നിസാരമായി കാണേണ്ട ഒരു വിഷയമായി മാത്രം ചുരുക്കണോ ഇതിനെ? നോക്കൂ മനു, ശ്രീ സരോജ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തീരുമാനമല്ലേ. ഈ പാർട്ടി ഇപ്പൊ പ്രതിസന്ധിയിലല്ലേ? മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം 1.5 മണിക്കൂർ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട കേരള ജനതയ്ക്ക് എന്ത് തോന്നിക്കാണും? പാർട്ടി പ്രതിസന്ധിയിലായതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് അൻവർ ഇടതുപക്ഷ സ്വഭാവമുള്ള ആളല്ലെന്ന് പറയേണ്ടി വന്നത്. ഒരു സെക്കൻഡ്, മുഖ്യമന്ത്രി പറഞ്ഞോട്ടെ, എനിക്ക് സമയമില്ല, എനിക്ക് വേറെ സ്ഥലത്ത് പോയി സമയമില്ലാത്തതുകൊണ്ടാണ് സനോജ്. അത് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങളില് അത് പാർട്ടി തീരുമാനമാണല്ലോ, പാർട്ടിയുടെ തീരുമാനമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ത്? അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല എന്ന് വെച്ചാൽ അടുത്ത പാർലമെന്ററി പാർട്ടി യോഗം ചേരുമ്പോൾ ഇടതുപക്ഷ പശ്ചാത്തലമില്ലാത്ത ഒരാളെ എങ്ങനെ ഉൾക്കൊള്ളും? അതൊരു ചോദ്യമല്ലേ? അതാണ് ഞാൻ പറഞ്ഞ അൻവർ ഘടകം എന്ന് പറഞ്ഞ അതാണ്. ഇവിടെ ഈ പാർട്ടിയിൽ ഇപ്പൊ സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനമൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ എന്താണ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? എന്റെ മാത്രമേ മുഖ്യമന്ത്രി പറഞ്ഞല്ലേ, ഞാനല്ലല്ലോ പറഞ്ഞേ. നിങ്ങൾ കേരളത്തിന്റെ ചരിത്രം മനസ്സിലാക്കാത്തത്. അതായത് മുഖ്യമന്ത്രിയാണ്, അല്ല കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി. നിങ്ങൾ എല്ലാവരും മാധ്യമ പ്രവർത്തകരെ പഠിപ്പിക്കാനാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. മാധ്യമ പ്രവർത്തകരെ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇടതുപക്ഷ പശ്ചാത്തലം ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ മത്സരിപ്പിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ കൂടെ കൂട്ടിയത് എന്നാണ്. ഇടതുപക്ഷ പശ്ചാത്തലം ഇല്ലാത്ത ആളുകളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കൂട്ടിയിട്ടുണ്ട്. ഇന്നലെയും കൂട്ടിയിട്ടുണ്ട്, ഇന്നും കൂട്ടും, നാളെയും കൂട്ടും. അതെങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാം? അല്ല ഞാൻ അതാ പറഞ്ഞത്. അല്ല അത് ഞാൻ പറയട്ടെ സന്തോഷ്, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. അതായത് ഇടതുപക്ഷ മുന്നണിയുടെ നിന്നും ആ അൻവറിനെ കുറിച്ച് ഇന്ന് പത്രലേഖ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം വഴി കോൺഗ്രസ് ആണ്. അതിന് അൻവർ വൈകിട്ട് മറുപടി പറഞ്ഞു. എന്താണ് മറുപടി പറഞ്ഞത്? എന്നെ വേണമെങ്കിൽ ചവിട്ടി പുറത്താക്കട്ടെ എന്ന്. അങ്ങനെ മറുപടി പറഞ്ഞാൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കുള്ള ഒരു സ്വതന്ത്ര MLA പ്രതികരണമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്തരത്തിലുള്ള പ്രതികരണം കേൾക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വതന്ത്ര MLA ഈ നിലയിൽ പെരുമാറുന്നത്. അതുകൊണ്ട് ഇതുവരെ കാണാത്ത നിലയിൽ പെരുമാറുമ്പോൾ, ഇതുവരെ കാണാത്ത നിലയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഇതുവരെ കാണാത്ത നിലയിലുള്ള മറുപടിയും മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അതിലെന്താ അസ്വാഭാവികത? ഞാൻ ശ്രീ N. ശ്രീകുമാറിലേക്ക് മടങ്ങി വരാം. അദ്ദേഹത്തിൻ്റെ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇത് ഒരു അസ്വാഭാവികമായ ഒരു സാഹചര്യം, അതിന് സ്വാഭാവികമായുള്ള CPMൻ്റെ പ്രതികരണം, അതാണ് സനോജ് പറയുന്നത്. പാർട്ടിക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ടെങ്കിൽ അതൊക്കെ CPMൻ്റെ രീതി തന്നെ, ആരെയും വിമർശിക്കാം പാർട്ടിക്കകത്ത്. അത് ആത്മവിമർശനം എന്നത് പാർട്ടിയുടെ ഒരു രീതിയാണ്. അതിൽ നിന്ന് തെറ്റുണ്ടെങ്കിൽ തിരുത്തും, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകും. അതിലൊന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. അവിടെ കൊണ്ട് തീരുന്നുണ്ടോ ഈ വിഷയം? P. ശശി കള്ളക്കടത്ത് കണ്ണിയിൽ ഒരാളാണ് എന്ന് ഭരണകക്ഷി MLA പറഞ്ഞു വെക്കുമ്പോൾ അല്ല, ഇതെങ്ങനെയാണ് തീരുന്നത്? ഇവിടെ CPMൻ്റെ അണികൾ, CPMൻ്റെ നേതാക്കളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ CPMൻ്റെ സൈബർ അണികൾ എല്ലാവരും അൻവറിന്റെ പുറകിലാണ്. അവർക്ക് മുഖ്യമന്ത്രിയേക്കാൾ വിശ്വാസം PV അൻവറിലാണ്. PV അൻവറിന്റെ ഈ വിമർശനങ്ങൾ അദ്ദേഹം തുടങ്ങുമ്പോൾ മുതൽ ഒരു പ്രത്യേക ചാനലും, ആ ചാനലിനെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആ ഒരു ചിരിച്ച് ഒരു കാര്യം അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രത്യേക ചാനലും PV അൻവറും ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. CPMന്റെ സൈബർ അണികളെല്ലാം അവരെ പിന്തുണയ്ക്കുന്നു. അത് ഇവിടെ CPMന് തന്നെ ഒരു വെല്ലുവിളിയാകുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോ അൻവർ കടത്തി അത് P. ശശിയിലേക്ക് നേരിട്ട് ഈ സ്വർണ്ണ കടത്തിന്റെ ഒരു ഗുണഭോക്താവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ മാറ്റുന്നു. നമുക്ക് മുഖ്യമന്ത്രിയുടെ കാര്യം അറിയാം. അദ്ദേഹം എപ്പോഴായാലും
അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ആളാണ്. ശിവശങ്കറിനെ അവസാന നിമിഷം വരെ ഒരു പറ്റാവുന്ന രീതിയിലെല്ലാം സംരക്ഷിച്ചു. കൈവിടേണ്ട ഒരു ഘട്ടത്തിൽ മാത്രമാണ് കൈവിട്ടത്. CM രവീന്ദ്രനിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തള്ളിപ്പറഞ്ഞു. അതുവരെ തള്ളിപ്പറയാതിരുന്ന സ്വർണ്ണ കടത്തിലെ അന്വേഷണ ഏജൻസികളെ തള്ളിപ്പറയാതിരുന്ന മുഖ്യമന്ത്രി, അവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്ന് സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി CM രവീന്ദ്രനിലേക്ക് എത്തിയപ്പോൾ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ P ശശിയെയും MR അജിത് കുമാറിനെയും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് ഈ നിലപാട് അധിക ദിവസം ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം CPM-ന്റെ സൈബർ അണികൾ തന്നെ അവർ വളരെ കൺഫ്യൂസ്ഡ് ആണ്. അവരാരെ പിന്തുണയ്ക്കണം? ഇപ്പോൾ ഇന്ന് CPM-ന്റെ പത്രസമ്മേളനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ CPM-ന്റെ സൈബർ അണികളെല്ലാം അൻവറിനെ തള്ളുന്നതിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അൻവർ ഒരു വിമതനായി മാറിയിരിക്കുന്നു, ഞാൻ അൻവറിനെ തള്ളുകയാണ്, അദ്ദേഹം സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ ആൾക്കാരുടെയൊക്കെ എന്തോ ആളാണ് എന്ന തരത്തിലാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്, അത് നിങ്ങളുടെ വാക്കുകളാണ്, നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം അൻവറിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അൻവർ ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ അൻവർ ഇത് നാളെ നേരെ മുഖ്യമന്ത്രിയുടെ പേര് പറയും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ അദ്ദേഹം നേരിട്ട് വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. മറ്റു മൂന്ന് പേരും ഒരു നിലപാടും സനോജ് ഒറ്റയ്ക്കായതുകൊണ്ടാണ്. സനോജിന് കുറച്ചുകൂടെ സമയം കൊടുക്കണം. സനോജ്, അവസാനത്തെ 1 മിനിറ്റ് സനോജിന് നീക്കിവെക്കാം. സനോജ് എങ്ങനെ ഇത് ഉപസംഹരിക്കും? ഈ അൻവർ പാർട്ടിക്ക് പുറത്തേക്കാണോ? ഇതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. കാരണം അൻവർ ആദ്യം ഒരു വിഷയം ഉന്നയിക്കുന്നു. വളരെ കൃത്യമായിട്ടും അൻവർ ഉന്നയിച്ച പരാതി അത് പരിശോധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ തുടർന്നുള്ളതും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനിടയിൽ സാധാരണ നിലയിൽ ഒരു ഇടതുപക്ഷത്തിന്റെ MLA-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത തുടർച്ചയായ ആരോപണവും ഒരു പരിധി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിലെ തന്നെ കേന്ദ്രീകരിച്ച് ആരോപണങ്ങളും ഉന്നയിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഈ നിലയിൽ മറുപടി പറയേണ്ടി വന്നിട്ടുള്ളത്. അൻവർ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. അൻവർ പാർട്ടിക്ക് പുറത്തുള്ള ആളല്ല, ആള് തന്നെയാണ്. അത് അൻവറിനെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അൻവർ ഉന്നയിച്ച ആരോപണത്തുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകൾ കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംവിധാനത്തിലും അതിൽ അത്ര മാത്രമേ ഉള്ളൂ. ഇതെന്താ ഇപ്പൊ ഇവിടെ ഇപ്പൊ തന്നെ നാളെ തന്നെ ഈ അൻവറിനെ പുറത്താക്കി എന്നുള്ള പ്രഖ്യാപനം വരണം. അൻവർ ഉന്നയിച്ച അജിത് കുമാറിനെയും P ശശിയെയും നാളെ തന്നെ പുറത്താക്കി എന്ന പ്രഖ്യാപനം വരണം എന്നാണ് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്നാണ് ഒരുപറ്റം വലതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത്. ആനന്ദ് കൊച്ചുകൂടിയപ്പോഴുള്ള വലത് നിരീക്ഷകന്മാരും കോൺഗ്രസ് വക്താക്കളും ആഗ്രഹിക്കുന്നതാണ്. അതൊന്നും ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. സമയം അതിക്രമിച്ചതുകൊണ്ടാണ് ആവശ്യമായ ശേഷി സംസ്ഥാന ഗവൺമെന്റിനും പാർട്ടിക്കുമുണ്ട്. ഏതായാലും നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. P ശശിയെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയെ വെട്ടിലാക്കുമോ എന്ന ചോദ്യത്തിൽ വലിയ ഭൂരിപക്ഷം ആളുകൾ അത് വെട്ടിലാക്കും എന്ന നിലപാടാണ് പറയുന്നത്. 82% ആളുകൾ ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതേസമയം 17% ആളുകൾ അങ്ങനെയല്ല എന്ന് പറയുന്നു. നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചവരും ഉണ്ട്. ഇന്നത്തെ പ്രൈം ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. എന്നോടൊപ്പം ചേർന്ന അതിഥികൾ എല്ലാവർക്കും നന്ദി.